വ്യവസായ മേഖലയ്ക്കും IT മേഖലയ്ക്കും ഉണർവേകുന്ന പദ്ധതികളെ സ്വാഗതം ചെയ്യുമ്പോഴും പ്രഖ്യാപനങ്ങൾ നടപ്പാക്കാനാകുമോ എന്ന ആശങ്കയിൽ സാമ്പത്തിക വിദഗ്ധർ. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള പോംവഴി തേടാത്ത ബജറ്റെന്നും വിമർശനം. കേന്ദ്ര നയങ്ങളെ പിന്തുടരുന്ന പദ്ധതികൾ പ്രഖ്യാപിച്ചത് ശുഭകരം എന്നും അഭിപ്രായം. ഇടതുപക്ഷ നിലപാടിൽ നിന്നും വ്യത്യസ്തമായ നയം ബജറ്റ് പ്രഖ്യാപനത്തിൽ സ്വീകരിച്ചതിനെ സ്വാഗതം ചെയ്യുകയാണ് വ്യവസായ നഗരമായ കൊച്ചി. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളും പദ്ധതികളും പിന്തുടരുന്ന സമീപനം കേരളം സ്വീകരിച്ചാൽ ഗുണകരമാകുമെന്നും സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരിന്റെ അവഗണനയെന്ന് വരുത്തി തീർക്കാനാണ് ബജറ്റ് അവതരണത്തിലൂടെയും ശ്രമിച്ചതെന്നും സാമ്പത്തിക വിദഗ്ധർ വിമർശിക്കുന്നു. നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ബഡ്ജറ്റ് എന്നുള്ള ഒരു ആംഗിളിൽ ആലോചിക്കുമ്പോൾ പ്രൈവറ്റൈസിങ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ടൂറിസം അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ ഒരു ഇത്രയും വലിയൊരു ഡീപ്പ് ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉള്ള സമയത്ത് പ്രൈവറ്റും പബ്ലിക് പാർട്ടിസിപ്പേഷൻ വരികയിൽ തന്നെ ഇതിന് സൊല്യൂഷനുള്ളൂ. അത് ആ ഒരു ഡയറക്ഷൻ തീർച്ചയായിട്ടും നമ്മൾ വെൽക്കം ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഡെവലപ്പ് ഇന്ത്യ അല്ലെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യ എന്ന് മോഡി ഗവൺമെൻറ് പറയുമ്പോൾ അതൊരു ഫെഡറൽ സ്ട്രക്ചറിൽ സ്റ്റേറ്റ്സ് ഓൾസോ അത് ടേക്കപ്പ് ചെയ്താലല്ലേ അത് സക്സസ്ഫുൾ ആവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് ഒരു മേക്ക് ഇൻ കേരള എന്നുള്ളത്, ബിക്കോസ് ഇപ്പോൾ നമ്മുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ട്സ് വളരെ കൂടുതലാണ്. ഒരു വെൽ അലൈൻ ടു ദി യൂണിയൻ ഗവൺമെൻറ് ആവണം എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷേ ഇവിടെ കുറച്ചൊരു ടോൺ ഇസ് എല്ലാം ഒരു യൂണിയൻ ഗവൺമെൻറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അവിടെ നിന്നുള്ള ഒരു ടാക്സ് നമ്മുടെ ഇവിടുത്തെ ഒരു വീതം ഡിനൈ ചെയ്യണു എന്നുള്ള പോലെ ഒരു ടോൺ വെച്ചാണ് തുടങ്ങുന്നത്. IT മേഖലയ്ക്കും ഗുണകരമായ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അവ നടപ്പാക്കുന്നതിന് പ്രതിസന്ധികൾ ഏറെയുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ എന്തു പോംവഴി എന്നത് ബജറ്റിൽ എവിടെയും ചൂണ്ടിക്കാണിക്കുന്നില്ലെന്നതും വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നു. ഇപ്പോഴത്തെ ശരിക്കും ഈ ഒരു ക്രൈസിസ് നമ്മൾ ഫേസ് ചെയ്യണോ എന്നുള്ളത് തന്നെ ഒരു ഫുള്ളായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടില്ല. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത്രയും ഒരു ബഡ്ജറ്റിന് മുമ്പൊക്കെ അങ്ങനെ ചില അനൗൺസ്മെന്റ് വന്നെങ്കിലും അപ്പോൾ അതിനുള്ള കുറച്ചും കൂടെ ഒരു ഡയറക്ഷൻ, നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു റിസഷണറി സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നെങ്കിൽ സ്റ്റേറ്റ് എക്കോണമി റിവൈവ് ചെയ്യണമെങ്കിൽ 5-8 ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് ഇന്ന കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് നമ്മൾ മുമ്പോട്ടേക്ക് നീങ്ങണം. ഈ ഒരു റിസഷന് റിക്കവർ ചെയ്യണമെങ്കിൽ എന്നുള്ള ഒരു ആംഗിളിലേക്ക് പോയിട്ടില്ല. ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർക്കും ഭൂനികുതി ഏർപ്പെടുത്തിയതിലും ശക്തമായ വിയോജിപ്പാണ് കൊച്ചി നഗരവാസികൾക്ക് ഉള്ളത്. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചും ആക്രിവിറ്റും മറ്റും പരിഹരിക്കാവുന്ന പ്രതിസന്ധിയല്ല ഇന്ന് കേരളം നേരിടുന്നതെന്നും ബജറ്റിനെ വിലയിരുത്തുന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. കഴിഞ്ഞ ബജറ്റിന്റെ അനുഭവത്തിൽ പുതിയ ബജറ്റും നടപ്പാക്കാൻ സാധിക്കാത്ത നല്ല ഡോക്യുമെന്റ് മാത്രമായി മാറാനുള്ള സാധ്യതയാണ് വിലയിരുത്തപ്പെടുന്നത്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.